കർണാടകയിൽ ദാവൻഗരയിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. ചന്നഗിരി പോലീസ് സ്റ്റേഷന് നേരെയാണ് ആക്രമണമുണ്ടായത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരാൾ മരിച്ചതിനെ തുടർന്നാണ് ഈ സംഭവം. സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത നിരവധി വാഹനങ്ങളും തകർത്തു. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീധരൻ, ഇത് വലിയ ആൾക്കൂട്ടത്തിന്റെ വലിയ പ്രകോപനമുണ്ടായി. കസ്റ്റഡി മരണം എങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? പോലീസുകാരെയും ആക്രമിച്ചോ? രതീഷ്, നാട്ടിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് വലിയ ചോദ്യം ഉയർത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നോക്കൂ, ഒരു പോലീസ് സ്റ്റേഷൻ നേരെയാണ് ഇത്ര വലിയ ആക്രമണം ജനക്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കല്ലുകൾ എറിയുന്നു, അതുപോലെ തന്നെ പോലീസുകാരെ ആക്രമിക്കുന്നു, പോലീസ് വാഹനങ്ങൾ തല്ലി തകർക്കുന്നു. ഇത്ര വലിയ, അതായത് ഇത് ഇന്ന് പുലർച്ചെ നടന്ന സംഭവമാണ്. ഇത്ര വലിയ ആൾക്കൂട്ടം ആ സമയത്തും എത്തി പോലീസിന് നേരെ ആക്രമണം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സുരക്ഷയെക്കുറിച്ച്. ഇത് ആബിദ് എന്നുള്ള ഒരാളെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസ് ദാവൺഗരയിലെ ചന്നഗിരി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾ ചൂതാട്ടവുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇയാൾ അവശനാവുകയും പിന്നീട് ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. ഇതിനിടെ ഇയാൾ മരിക്കുകയും ചെയ്തു. ഏതായാലും ഇത് കസ്റ്റഡി മരണമാണ്. പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് കാര്യമായിട്ടുള്ള മർദ്ദനം ഇയാൾക്ക് ഏറ്റു എന്നുള്ള ഒരു ആരോപണമാണ് ജനക്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഇതിന് പിന്നാലെ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വ്യാപകമായി ജനങ്ങൾ തടിച്ചുകൂടി. ഇതിനുശേഷമാണ് വലിയ തോതിൽ ആക്രമണം ഉണ്ടായത്. പ്രകോപിതരായിട്ടുള്ള ജനക്കൂട്ടം ആദ്യ സ്റ്റേഷന് നേരെ കല്ലെറിയുകയായിരുന്നു. ഏതായാലും ദാവൺഗരെ ജില്ലാ പോലീസ് മേധാവി പറയുന്നതനുസരിച്ച് 6-7 മിനിറ്റ് മാത്രമേ ഈ പോലീസ് കസ്റ്റഡിയിൽ ഇയാളുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇയാൾ ആശുപത്രിയിൽ എത്തിച്ചു. ഇത് മാതാപിതാക്കളെ ബോധിപ്പിച്ചതാണ്. പക്ഷേ പ്രകോപനമില്ലാതെ ജനക്കൂട്ടം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത്. ഏതായാലും ഈ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി വ്യാപകമായിട്ടുള്ള ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തിയിരുന്നു. കൂടുതൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സംഭവമാണ്. വലിയ പ്രകോപനമായിരുന്നു അവിടെ ഉണ്ടായത്. കെ.ബി. ശ്രീധരനാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.